ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോ കണ്ടു നോക്കാം. ഡോക്ടർ കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഡോക്ടറും അതിലെ അവതാരികയും തമ്മിലുള്ള ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവതാരിക എന്ന് പറയുന്ന മഹർ ഒരു പുതിയ കുട്ടിയാണെന്ന് തോന്നുന്നു. ഡോക്ടറുടെ അടുക്ക ഇരിക്കുമ്പോൾ തന്നെ ടോട്ടലി ടെൻസ്ഡ് ആയിട്ടാണ് ആ കുട്ടി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ആദ്യത്തെ വാക്കുകളൊന്ന് നമുക്ക് കേട്ടുകൊണ്ട് ഈ ഇന്റർവ്യൂ തുടങ്ങാം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മെഹർ. മലയാള ബിഗ് ബോസിലൂടെ മലയാളി മനസ്സിൽ ഏറെ ചേക്കേറിയ ഒരു വ്യക്തി, none other than ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ ആ കുട്ടിയുടെ ടെൻഷൻ കണ്ട് ഡോക്ടർ ആദ്യം തന്നെ പറയുന്നത് ടെൻഷനൊന്നും വേണ്ട, വളരെ കാമായിട്ട് ഇന്റർവ്യൂ നടത്തൂ, ഞാൻ അത്ര ക്രൂരനായ ഒരാളൊന്നും അല്ലെന്ന് ചിരിച്ചുകൊണ്ട് കുട്ടിയോട് പറയുന്നുണ്ട്. കുട്ടി ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂ ആരംഭിക്കുന്നത്. വിശേഷം? ടെൻഷനൊന്നും വേണ്ട, ടെൻഷനൊന്നുമില്ല. ഞാൻ അത്ര ക്രൂരനായിട്ടുള്ള ഒരാളൊന്നും, വളരെ സിമ്പിൾ ആയിട്ട് കാമൻ പോയിട്ടായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റർവ്യൂവിന്റെ ആദ്യ ഭാഗത്തിലേക്ക് കിടക്കാം. സംതിങ് സ്പെഷ്യൽ എന്ന പ്രോഗ്രാമിന് വേണ്ടി ആദ്യമായിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണ് ഇതെന്ന് ഡോക്ടറോട് അവതാരിക പറയുന്നുണ്ട്. സാധാരണ ഇന്റർവ്യൂവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഫോട്ടോ ഗാലറി റോബിനെ കാണിച്ചു കൊടുക്കുന്നതും അതിൽ കാണിക്കുന്ന ആരാണോ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുന്നതുമാണ് ഈ സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണിക്കുന്നത് സാബുമോന്റെ ഫോട്ടോയാണ്. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പ് തന്നെ അവതാരികയായ മഹർ പറയുന്നുണ്ട്, താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർക്ക് ഒരു സമയത്ത് കണ്ടവാനം സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ടെന്നും എന്നിട്ടും ഡോക്ടർ അതിലൊന്നും തളരാതെ നിന്നിരുന്നു എന്നും, എന്നാൽ അന്ന് സൈബർ ബുള്ളിങ് നടക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ ഇന്ന് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കുമ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നതെന്നുമാണ് മഹറിൻ്റെ ആദ്യ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്റർവ്യൂവിൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യവും ഡോക്ടറുടെ മറുപടിയും നമുക്കൊന്ന് കുറച്ച് ഭാഗം കണ്ടു നോക്കാം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ലൈഫിൽ കണ്ട ഒരു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സണാലിറ്റിയിൽ ഒന്നാണ് ഡോക്ടർ. ഒരുപാട് സൈബർ ബുള്ളിങ് ആയാലും ഹാരാസ്മെന്റ് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ഇപ്പം അതിനെതിരെ അത് തിരുത്തി പറയുന്നുണ്ട്. മഹറിന്റെ ചോദ്യത്തിന് മറുപടിയായി ഡോക്ടർ പറയുന്ന കാര്യമാണ്, താൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, തൻ്റെ കയ്യിൽ കുറച്ച് തെറ്റുകളും വളരെയധികം ശരികളും ഉണ്ട്, താൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ലെന്ന് ഒത്തിരി ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ താൻ തെറ്റുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ റെഡിയാണെന്നും, താൻ പറയുന്ന ശരികൾ പക്ഷെ ഒരു സമയത്ത് ആരും അത് ശ്രദ്ധിക്കാതെ തന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ആ സമയത്ത് താൻ എന്തു പറഞ്ഞാലും അതിനെ ശക്തമായി നേരിടുന്നതായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. എന്നാൽ അന്ന് സൈബർ ബുള്ളിങ് ചെയ്തതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെ ഇന്ന് അത് മാറ്റി പറയുമ്പോൾ തനിക്ക് സന്തോഷം തോന്നുന്നുണ്ടെന്നും ഡോക്ടർ പറയുന്നു. ഐ ഫീൽ ഹാപ്പി. കാരണം ഞാൻ എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും ഉള്ളൊരു സാധാരണക്കാരനാണ്. സോ ഞാൻ ഫേക്കായിട്ട് നിന്നിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അതുമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ അടുത്താണെങ്കിലും നിന്നിട്ടുള്ളൂ. എൻ്റെ ഭാഗത്ത് ഒരുപാട് ശരിയുണ്ടായിരുന്നു, കുറച്ച് തെറ്റുകളുണ്ടായിരുന്നു. തെറ്റുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. ശരികൾ പലപ്പോഴും പല സമയത്ത് നമ്മൾ പറയുമ്പം അത് പലരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിന് എനിക്ക് സിവിയർ ഡീഗ്രേഡിങ് കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അത് സിവിയർ ഡീഗ്രേഡിങ്ങിലേക്കേ പോകത്തുള്ളൂ. അപ്പം ഇപ്പം കാലം തെളിയിച്ചെന്നുള്ള രീതിയിൽ ഓരോരുത്തരായിട്ട് ഓരോ സത്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് മനസ്സിലാക്കുമ്പം ഒബ്വിയസ്ലി ഒരു സാധാ ഒരു മനുഷ്യൻ്റെ ഒരു വികാരം പോലെ എനിക്ക് സന്തോഷം തന്നെയാണ്. അതെ, മൈൽസ്റ്റോൺ മേക്കേഴ്സ് പുതിയതായിട്ട് തുടങ്ങിയ ഈ സംതിങ് സ്പെഷ്യൽ എന്ന പരിപാടിയിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഗാലറിയും അതിലെ കുറച്ച് ആൾക്കാരെയും ഡോക്ടറെ കാണിച്ചു കൊടുക്കുകയും ഈ കാണിച്ചു കൊടുക്കുന്നവരെ പറ്റിയുള്ള ഡോക്ടറുടെ കാഴ്ചപ്പാട് പറയുകയും ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലെ മെയിൻ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ബിഗ് ബോസ് സീസൺ 1 വിന്നറായ സാബുമോനെയും സാബുമോനെ കുറിച്ചുള്ള അഭിപ്രായം ഡോക്ടറെ ഇന്ന് ചെയ്യാനുള്ള അവതാരികയുടെ ശ്രമവുമാണ് ആദ്യത്തെ ചോദ്യത്തിലൂടെ തന്നെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഡോക്ടറുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് വലുതായിട്ട് അറിയത്തില്ല, പക്ഷേ ഹി വാസ് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ബിഗ് ബോസ് സീസൺ 1 ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഹി ഈസ് വെരി സ്ട്രോങ് ആൻഡ് ബോൾഡ്. ഭയങ്കര സ്ട്രോങ് ആണ്, മനസ്സിലായില്ല. കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ റീസെന്റ് എനിക്കത് പണ്ടത്തെ ഒരു 2000 ഒരു കോളേജ് ടൈമിലുള്ള ഒരു ആങ്കേഴ്സിന്റെ എന്തൊരു വീഡിയോ ഞാനിപ്പോൾ കൈരളി TV എന്തെങ്കിലും കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത്
ആ സമയത്ത് പൊളിയായിരുന്നു പുള്ളിക്കാരൻ, മനസ്സിലായി, ഭയങ്കര യോയോ ടൈപ്പ് ആയിട്ടുള്ള അതും ആ സമയത്ത്. അപ്പോൾ സാബുമോനെ കുറിച്ച് ഡോക്ടർ പറയുന്നത് സാബുമോൻ പൊളിയായിരുന്നു. ഈ ബിഗ് ബോസ് സീസൺ 1 കുറിച്ച് കൂടുതൽ ഞാൻ കണ്ടിട്ടില്ലെന്നും എന്നാൽ കണ്ട ഭാഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നുവെന്നും പുള്ളിയുടെ 2000-ൽ ഉണ്ടായിരുന്ന പഴയ വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്നും അതിനകത്തൊക്കെ യോയോ ടൈപ്പ് ആയിരുന്നെന്നും ആരെയും വകവെക്കാതെ താൻ തൻ്റെ വഴിക്കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിരുന്നു സാബുമോൻ എന്നുമൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അതൊക്കെ തനിക്ക് വളരെ ഇഷ്ടമായിരുന്നെന്നും 3 വിഷയത്തിൽ ഗ്രാജുവേഷൻ എടുത്ത ഒരാളാണെന്നും നല്ല ബുദ്ധിപരമായിട്ട് നീങ്ങാൻ കഴിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നെന്നും സാബുമോൻ എന്ന് പറയുന്നു. ബാക്കി എല്ലാ കാര്യത്തിനും തനിക്ക് അദ്ദേഹത്തിനോട് യോജിപ്പുണ്ടെങ്കിലും ചില കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രീതികളോട് തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോഴാണ് ഡോക്ടറെ ഇളക്കാൻ വേണ്ടി അവതാരിക അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കാരണം ഡോക്ടറെ വായിന്ന് എന്തെങ്കിലും വന്ന് കിട്ടിയാൽ അത് നാളത്തേക്കുള്ള കണ്ടന്റ് ആകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതിനുവേണ്ടിയുള്ള ചോദ്യമാണ് ഡോക്ടറോട് എടുത്ത് ചോദിക്കുന്നത്. അതൊക്കെ ശരി, അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവതാരിക ചോദിക്കുന്ന ഈ ചോദ്യം നിങ്ങളൊന്ന് കേട്ടു. എനിക്കൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയില് ആദ്യം നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സാബുമോൻ ചേട്ടനെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോയും ഇറങ്ങി. അപ്പൊ സത്യം പറയാം, നിങ്ങൾ പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അതായത് സാബുമോനും ഡോക്ടറും കൂടെ ആദ്യമായിട്ട് ഒരു വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവര് നല്ല സൗഹൃദത്തിലായിരുന്നുവെന്നും പിന്നീട് സാബുമോൻ ഡോക്ടർക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് വലിയൊരു വിവാദം ഉണ്ടായെന്നും നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. അപ്പം അതിനെപ്പറ്റി എടുത്തു പറഞ്ഞിട്ട് ചോദിക്കുന്നതാണ് അവതാരിക, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ആ ഒരു വീഡിയോ കോളിൽ മാത്രമേ വന്നിട്ടുള്ളതെന്നും ഞങ്ങൾ തമ്മിൽ നേരിട്ട് യാതൊരു പരിചയമില്ലെന്നും സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്നും ഒരുപക്ഷെ നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും നൈസായിട്ട് അവതാരികയോട് ഡോക്ടർ പറഞ്ഞു തീർക്കുകയാണ്. ഞങ്ങൾ 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സാബുമോനുമായിട്ടെന്നും ഇത് ഞങ്ങൾ നേരിട്ട് സംസാരിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്നും എന്നോട് നേരിട്ട് പരിചയമുള്ളവരും ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരും ഒരു വിധത്തിലും ഞാനുമായിട്ടൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും ഡോക്ടർ പറയുന്നു. ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ, ഞാൻ ആദ്യമായിട്ട് ആ ഒരു വീഡിയോ കോൾ ചെയ്ത് മാത്രമേ ഉള്ളൂ പുള്ളിക്കാൻ. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. മേബി ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ മച്ചാൻ ഒരു നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കും. ഇപ്പൊ വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് സോഷ്യൽ മീഡിയ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർ ആരും എന്നോട് പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു ഇതിന് വരത്തില്ല, മനസ്സിലായി. ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, തനിക്ക് സാബുമോനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലെന്നും സാബുമോൻ തന്നെ ട്രോളിയാലും ട്രോളി ഇല്ലേലും താൻ അത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലെന്നും കാരണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ട്രോളുകളും മറുപടികളും ഒക്കെ ഉണ്ടാകുമെന്നും അതൊക്കെ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നും താൻ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ആരെയും ചെയ്യാറില്ലെന്നും കാരണം താൻ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ലെന്നും അവരെപ്പറ്റി നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് തനിക്ക് തോന്നുന്നതെന്നും അതുകൊണ്ട് താൻ ആർക്കും എതിരെ നെഗറ്റീവ് കമന്റ് പൊതുവെ ഇടാറില്ലെന്നും ഡോക്ടർ എടുത്തു പറയുന്നു. അതിൽ നല്ല കാര്യങ്ങൾ കൂടുതൽ പറയാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞ അയാളെ ഹേർട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ലതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അവതാരിക ഇനിയും അടുത്ത ആളിലേക്ക് പോകുന്നതാണ് അടുത്ത ഡയലോഗ്. അപ്പോൾ അവതാരികയുടെ അടുത്ത ചോദ്യം സീസൺ 2 രജിത് കുമാറിനെ കുറിച്ചാണ്. രജിത് കുമാറിനെ കുറിച്ച് ഡോക്ടർ തൻ്റെ കാഴ്ചപ്പാട് പറയുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം ഈ വീഡിയോയ്ക്ക് പൊതുവെ ലെങ്ത് കൂടിയത് കാരണം ഞാൻ ഈ ഭാഗം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. 2ാമത്തെ പാർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.